സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ, ഇൻസ്പെക്ടർ, അധ്യാപകരെ, ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. കാരണം ഈ പൗരോഹിത്യ പദവിയിലേക്ക് വളർന്നു വരുവാൻ തക്കവണ്ണം, ഉയർന്നു വരുവാൻ തക്കവണ്ണം എന്നെ ഇടയാക്കി തീർത്തത് എൻ്റെ മാതൃ ഇടവകയായ കുണ്ട്ര വലിയപള്ളി സൺഡേ സ്കൂളാണ്. ആ സൺഡേ സ്കൂളിൻ്റെ ഒരു പ്രസ്ഥാനമാണല്ലോ OBBS പ്രസ്ഥാനം. ഈ മരുഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് ഈ പരിശുദ്ധ ദേവാലയത്തിലെ ശുശ്രൂഷകൾക്കായി കടന്നു വന്നപ്പോൾ ആദ്യമായിട്ട് നാവെടുത്ത് സംസാരിക്കുവാൻ ഈ OBBSൽ ഒരു അവസരം കിട്ടിയതിലെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദീർഘമായ ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ടല്ല, ഒരു ചോദ്യം നമ്മുടെ ഈ വർഷത്തെ ചിന്താവിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുവാൻ വേണ്ടി മാത്രം ഞാൻ ഒന്ന് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കണമെന്നാണ് നമ്മുടെ ഈ വർഷത്തെ ചിന്താവിഷയം. എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ അനുസരിക്കണം? അതിൻ്റെ താഴോട്ടുള്ള വേദഭാഗത്തിൽ പറയുന്നുണ്ട് അവരെ ബഹുമാനിക്കണം എന്ന്. ഈ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുതിർന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഈ ലോകത്തിലേക്ക് പിറക്കുവാൻ തക്കവണ്ണം ഒരവസരം കൊടുത്തു എന്നുള്ളതാണ് ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം. ഈ സമ്മാനം കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത സമയത്ത് അവർ തിരിച്ചു വലിയൊരു സമ്മാനം നമുക്ക് തിരിച്ചു തന്നു. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർക്ക് നമുക്കറിയാം, ഇവരെ ഈ ലോകത്തിലേക്ക് പിറക്കുവാൻ അവസരം കൊടുത്ത സമയത്ത് ഒരു വലിയ വേദനയാണ് അവർ നമുക്ക് സമ്മാനമായിട്ട് തന്നത്. പൂക്കൾ കുടിയുമായിട്ടുള്ള ആ ബന്ധം വിച്ഛേദിക്കുന്ന സമയത്ത് വലിയൊരു മുറിവ് നമ്മുടെ അമ്മമാരുടെ ശരീരത്തിനും അതോടൊപ്പം അമ്മമാരുടെ മനസ്സിനും നമ്മളെല്ലാവരും കൊടുത്തിട്ടാണ് അവർ തന്ന സമ്മാനം നമ്മൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയൊരു ഊണ്ട്, വലിയൊരു മുറിവ് നമ്മുടെ അമ്മമാർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഊണ്ട് പ്യുവർ ആകണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, അവരെ അനുസരിക്കുക. ആ വേദഭാഗത്തിന്റെ അവസാനം പറയുന്നുണ്ട്, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമി ദീർഘായുസ്സോടെ ഇരിക്കാനും നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ അവരെ അനുസരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത നമ്മൾ അപ്രകാരം അവരോട് വർത്തിക്കുമ്പോൾ നമ്മൾ അവരുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന മുറിവുകളെ ക്യൂർ ആക്കുവാനായിട്ട് സാധിക്കും. ഹോസ്പിറ്റലിൽ വെച്ച് ശരീരത്തിലുണ്ടായ മുറിവ് ക്യൂർ ആയിട്ടാണ് നമ്മൾ പോരുന്നത്. പക്ഷേ മനസ്സിലുണ്ടായ മുറിവ് നമ്മുടെ ഈ ശുശ്രൂഷയിലൂടെ മാത്രമേ അത് ക്യൂർ ആക്കി കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ എത്ര വലിയവരായിരുന്നാലും നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുവാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വലിയ ബോധ്യം നമ്മെ ഭരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഈ വർഷത്തെ OBBSലൂടെ അതിന് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ OBBSന് എല്ലാവിധമായ നന്മകളും നേർന്നുകൊണ്ട് ഒരു അവസരം തന്ന ഇതിന്റെ ചുമതലപ്പെട്ടുള്ള നന്ദി, സ്നേഹം അറിയിക്കും.